അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പണിയ നൃത്തം എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അത് ആദ്യമായിട്ട് പണിയ നൃത്തം എത്തി. ഈ പണിയ നൃത്തം കഴിഞ്ഞ് മടങ്ങിപ്പോയവരെ അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് 3 പേര്. ഈ കഥ അറിയാനാണോ? അതെ. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ആ സംഭവം എന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. പണിയ നൃത്തം കഴിഞ്ഞ് മടങ്ങിയ മത്സരാർത്ഥികൾക്കൊപ്പം വന്നവർക്ക് എന്തായിരുന്നു വേണ്ടത്, എന്തായിരുന്നു ആ സംഭവം? കാണാം. രണ്ടുപേരും കാര്യമായി എന്തോ തിരക്കുന്നുണ്ട്. എത്ര അടുപ്പിച്ചിട്ടും കിട്ടുന്നില്ല. അരങ്ങിലെ പണിയക്കളി തീരും വരെ നോക്കി, രക്ഷയില്ല. വിട്ടില്ല, പിന്നാലെ കൂടി. അരങ്ങിൽ നിന്ന് പുറത്തെത്തിയവർക്ക് മന്ത്രിയപ്പൂപ്പനോട് കൗതുകം, പിന്നാലെ കൂടിയവർക്ക് മത്സരാർത്ഥികളോടും. കുഞ്ഞു കണ്ണുകൾക്ക് കമ്മലുകളിലാണ് കൗതുകം. എന്താ കമ്മലാണോ ഇത്? കൈതോലയും കുന്നിക്കുരുവും പിന്നെ ചെറുതേനിൻ്റെ മെഴുകും ഒക്കെ കൂടി ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതാണെങ്കിൽ മുത്തുകൾ വാങ്ങി പൈനാപ്പിളിൻ്റെ ഓലയില്ലേ, അത് അടുപ്പിൽ വെച്ച് ചുട്ടെടുത്ത് അതിൻ്റെ നൂലെടുത്ത് പിരിച്ചെടുത്തിട്ടാണ് അത് കോർത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നില്ല. നമുക്കൊരു രസം തോന്നുന്നതാണ്. അപ്പോഴാണ് ഈ കൂക്കുന്നതും ആ കഥ പറയുന്നതും കളിയാക്കിക്കൊണ്ടാണ് ആ കഥ പറയുന്നത്. ഇതിൻ്റെ പേരറിയോ ഈ കളീൻ്റെ? ഇല്ല. ഇതാണ് പണിയര്, വയനാട് ജില്ലയിൽ പണിയരുടെ വട്ടക്കളിയാണ് ഇത്. എന്തെല്ലാം ഉപയോഗങ്ങൾ കൊണ്ടത് ചെയ്യുന്നതെന്നറിയോ? ഇല്ലല്ലോ. ഇത് തുടി ഒന്ന് കൊട്ടിക്കൊടുക്കും. തുടി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കൊട്ടുന്നത്. പിന്നെ അതിന് ആദ്യം കൂടെ വായിക്കാൻ ചീനവും ഉണ്ട്. മോളങ്ങോട്ട് വാ. അതൊന്ന് ചുരമിറങ്ങി അനന്തപുരിയിലെത്തിയ ഗോത്രവർഗ്ഗക്കാരുടെ തനത് കലാരൂപമായ പണിയ നൃത്തം ആദ്യമായാണ് സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമാകുന്നത്. വട്ടകളി, കമ്പളക്കളി എന്നിങ്ങനെ പേരുള്ള ഈ കല ഒരു കൂട്ടം മനുഷ്യരുടെ സംസ്കാരത്തിന്റെയും ആചാരങ്ങളുടെയും ഭാഗമാണ്. ഞാൻ എവിടുന്നാ വരുന്നതെന്നറിയോ? ഇല്ല, ഞാൻ വയനാട് ജില്ലയിൽ കല്ലാട്ടുകുന്ന് കോളനിയിൽ നിന്നാണ്. അവരെ പഠിപ്പിച്ചപ്പോൾ നല്ല സന്തോഷം ഏറെ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്കൊരു കമ്മല് തരും. ഒരു കമ്മലൊന്ന് കൊടുത്ത് കുറച്ച് നേരം അവളെ കളിക്കട്ടെ. അറിയാത്ത ലോകങ്ങളിൽ ചെന്നിറങ്ങി കഥ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയത് കുന്നിക്കുരു നിറഞ്ഞ കമ്മൽ മാത്രമല്ല, പുതിയ കലയും സംസ്കാരവുമാണ്. കലോത്സവ വേദികൾ പുതിയ കലാരൂപങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെയാണ് ഈ കുഞ്ഞു മനസ്സുകളും. വിനു പാമ്പയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.